ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് അമേരിക്കയിൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് പഠിക്കാനുള്ള അവസരമാണ്. യാത്ര, വിസ, ഫുഡ് ആൻഡ് അക്കോമഡേഷൻസ് ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ഫെലോഷിപ്പിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. സോ വീഡിയോ നിങ്ങൾ മാക്സിമം നമ്മുടെ സ്റ്റുഡൻസിലേക്കും പാരൻസിലേക്കും എത്തിക്കുക. ആളുകൾ അറിയട്ടെ ഇത്തരം ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചിട്ട്. ഞാൻ സെയ്ഫ് ആളപ്ര, ദ ക്ലാരിറ്റി മെൻറ്റർ. ഒരുപാട് സ്കോളർഷിപ്പുകളെ കുറിച്ചുള്ള വീഡിയോസ് ഞാൻ ചെയ്യാറും. ഒരുപാട് ആളുകൾ അതിനെക്കുറിച്ചിട്ട് സംശയം ചോദിക്കാറുണ്ട്. ഇതിന് നിങ്ങൾക്ക് ഡൗട്ട്സുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, വാട്സാപ്പൊക്കെ ചെയ്യാം. ഇതിൻ്റെ അപ്ലിക്കേഷന് വേണ്ടി ഒരു ഹെൽപ്പ് ഡെസ്ക് ഞാൻ സംസാരിച്ചിട്ടുണ്ട് നമ്മുടെ ടീംസുമായിട്ട്. അവർ വേണമെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെയ്തു തരാമെന്നുള്ള രീതിയിലേക്ക് ജാഫർ സാർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത്ര ഹെൽപ്പ് ഡെസ്കും കൂടെ ഇതിൻ്റെ കൂടെ ഉണ്ടാവും. യുണൈറ്റഡ് സ്റ്റേറ്റ് ഇന്ത്യൻ എഡ്യൂക്കേഷണൽ ഫൗണ്ടേഷൻ USIEF എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. അതിനൊരു കരാർ ഇതാണ്: ഇന്ത്യയും അമേരിക്ക അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റും തമ്മിൽ പ്രൊഫഷണലുകളെയും സ്റ്റുഡൻസിനെയും കൈമാറ്റം ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അവിടെ ഇപ്പോൾ കുറേ ഫെലോഷിപ്പുകൾക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2020 മുമ്പൊക്കെ ഇതൊരു PhD-കാർക്ക് മാത്രമുള്ള അവസരമായിരുന്നെങ്കിൽ ഇപ്പോൾ ഇത് ഡിഗ്രി കഴിഞ്ഞവർക്കും കൂടെ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവിടെ അവർ പറയുന്നൊരു ക്രൈറ്റീരിയ US ഡിഗ്രിയാണ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഡിഗ്രി 4 വർഷമാണല്ലോ. അപ്പോൾ ഇവിടുത്തെ ആർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക? ഒന്നുകിൽ നിങ്ങൾ 4 വർഷത്തെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തവരാവണം, അല്ലെങ്കിൽ ഇവിടുത്തെ പോസ്റ്റ് ഗ്രാജുവേഷൻസ് മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്ക് ഈ ഒരു ഫെലോഷിപ്പിന് വേണ്ടി അപേക്ഷിക്കാം. അല്ലെങ്കിൽ 3 വർഷത്തെ ഡിഗ്രി പ്ലസ് ഇതിന് തത്തുല്യമായിട്ടുള്ള 1 ഇയർ ഡിപ്ലോമകളൊക്കെ ചെയ്തവർക്ക് അപേക്ഷിക്കാം. അപ്പോൾ അതിൻ്റെ ക്രൈറ്റീരിയ പറ്റുമോ എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കുക, വെബ്സൈറ്റിൽ നോക്കുക. ലിങ്ക്സ് എല്ലാം ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലൊക്കെ ആയിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഒരു ഫെലോഷിപ്പ് എന്ന് പറയുന്നത് ഫുൾബ്രൈറ്റ് നെഹ്റു മാസ്റ്റേഴ്സ് ഫെലോഷിപ്പാണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻസ് ഞാൻ പറഞ്ഞതുപോലെ 4 വർഷത്തെ ഡിഗ്രി, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞിരിക്കുന്നത് പോലെ PGയോ മാസ്റ്റേഴ്സോ, 3 വർഷത്തെ ഒരു പ്രൊഫഷണൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണം. ഏതെങ്കിലും ഒരു മേഖലയിൽ 3 വർഷത്തെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉള്ള നല്ല സ്മാർട്ടായിട്ടുള്ള ആളുകൾക്കാണ് ഈ ഫെലോഷിപ്പ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിസ, അതേപോലെ തന്നെ താമസം, യാത്ര, മറ്റൊന്നാളുടെ ഇൻഷുറൻസ്, ഇതിൻ്റെയൊക്കെ ഒരു മാക്സിമം എമൗണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഫെലോഷിപ്പായിട്ട് കിട്ടുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അവിടുത്തെ ഏറ്റവും നല്ല സ്ഥാപനത്തിൽ പഠിക്കാൻ പറ്റുമെന്നുള്ളത് കൂടെ. ഏതൊക്കെ വിഷയങ്ങളാണ് നിങ്ങൾക്ക് ഈ ഫെലോഷിപ്പ് ലഭിക്കാൻ നോക്കാം. ഒന്ന് ഇക്കണോമിക്സ് ആണ്, മറ്റൊന്ന് എൻവയോൺമെൻറ്റ്, പരിസ്ഥിതി, പിന്നെ ഉന്നത വിദ്യാഭ്യാസ ഭരണം. ഇതിൽ ഏതൊക്കെ ഫീൽഡാണ് നിങ്ങൾക്ക് ഈ ഫെലോഷിപ്പ് കിട്ടുക എന്നുള്ളത് നോക്കാം കേട്ടോ. ഒന്നാമത്തത് പറഞ്ഞാൽ എക്കണോമിക്സ് പഠിക്കാനും വേണ്ടിയിട്ട് ഫെലോഷിപ്പ്. എൻവയോൺമെൻറ്റൽ സയൻസ് ആൻഡ് സ്റ്റഡീസ്, പരിസ്ഥിതി പഠനം. ഹയർ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ, ഇൻ്റർനാഷണൽ അഫയേഴ്സ്, ഇൻ്റർനാഷണൽ ലീഗൽ സ്റ്റഡീസ്, ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പബ്ലിക് ഹെൽത്ത്, അർബൻ റീജിയണൽ പ്ലാനിംഗ്, വുമൺ സ്റ്റഡീസ് ആൻഡ് ജെൻഡർ സ്റ്റഡീസ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ഡീറ്റെയിൽസും അതിലുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ 2025-26 ഫുൾബ്രൈറ്റ് നെഹ്റു മാസ്റ്റേഴ്സ് ഫെലോഷിപ്പിൻ്റെ അപ്ലിക്കേഷൻ ഡേറ്റ് മെയ് 15, 2024 വരെ ഉണ്ട്. അതിൻ്റെ അപ്ലിക്കേഷൻ ഡെഡ്ലൈന് എൻഡ്. നിങ്ങൾക്ക് അതിൻ്റെ റിവ്യൂ അപ്ലിക്കേഷൻ ജൂൺ 2024-നും, അതേപോലെ ആഗസ്റ്റിൽ ഇതിൻ്റെ റിവ്യൂ ഔട്ട്കം വരും. എൻഡ് ആഗസ്റ്റിൽ ഇൻ്റർവ്യൂ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് ഇതിന് ഇൻ്റർവ്യൂ ഉണ്ടാവും. ഓഗസ്റ്റ് സെപ്റ്റംബറിൽ ഇതിൻ്റെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ബാക്കിയുള്ള നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്കിലും നോക്കുക. ഇതാണ് ഒന്നാമത്തെ ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. പിന്നെ അപേക്ഷയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ടോഫലോ GRE ഒക്കെ പോലുള്ള പരീക്ഷകൾ എന്ത് ചെയ്യണം, ഇവർ എഴുതിയിരിക്കണം എന്നുള്ളതാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപേക്ഷകർക്ക് ന്യൂയോർക്കിലെ IIE ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന അതിൻ്റെ 4 സ്ഥാപനങ്ങളിലേക്കാണ് അപേക്ഷിക്കാവുന്നത്. ഇതുകൂടാതെ മറ്റ് ഫെലോഷിപ്പുകളുണ്ട്. ഫുൾബ്രൈറ്റ് നെഹ്റു ഫെലോഷിപ്പ്, ഇതിൻ്റെ അപേക്ഷാ തീയതി എന്ന് പറയുന്നത് ജൂലൈ 15 മറ്റൊന്ന് പോസ്റ്റ് ഡോക്ടർ റിസർച്ച് ഫെലോഷിപ്പാണ്. ജൂലൈ 15 ഇതിൻ്റെയും അവസാന ഡേറ്റ് എന്ന് പറയുന്നത്. മറ്റൊന്ന് അക്കാദമിക് ആൻഡ് പ്രൊഫഷണൽ എക്സലൻസ് ഫെലോഷിപ്പും, ഇതിൻ്റെ ഡേറ്റ് വരുന്നത് ജൂലൈ 1. മറ്റൊന്ന് വിസിറ്റിംഗ് ചെയർ പ്രോഗ്രാമാണ്. അറ്റമറി യൂണിവേഴ്സിറ്റിയിലാണ്, സെപ്റ്റംബർ 18 വരെ. മറ്റൊന്ന് ഫുൾബ്രൈറ്റ് കലാം ഫെലോഷിപ്പുകളാണ്. ക്ലൈമറ്റ് ഫെലോഷിപ്പ് ഫോർ ഡോക്ടർ റിസർച്ച് ജൂലൈ 15 വരെയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഈ ഫെലോഷിപ്പുകളൊക്കെ ലിങ്ക് നിങ്ങൾക്ക് താഴെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. നോർമൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ചെയ്യാവുന്നതാണ്. ഇനി ഞങ്ങൾ അപ്ലൈ ചെയ്യണമെങ്കിൽ ഞങ്ങൾ ഹെൽപ്പ് ഡെസ്കുമായിട്ട് കോൺടാക്ട് ചെയ്യാം. അവർ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ സഹായിക്കുന്നതാണ്. അതൊരു പെയ്ഡ് സർവീസ് ആയിരിക്കും കേട്ടോ, കാരണം അവർ അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നതാണ്. പെയ്ഡ് സർവീസ് ആയിരിക്കും, ഉറപ്പെടുത്താണ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ഏതെങ്കിലും ഒരു ഫെലോഷിപ്പിന് നിങ്ങൾ അപേക്ഷിക്കാൻ പാടുള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു ഫെലോഷിപ്പിന് അപേക്ഷിക്കാൻ പാടുള്ളൂ. നെഹ്റുവിനും കലാമിനും കൂടി നിങ്ങൾ അപേക്ഷിച്ചുകൂടാ. പിന്നെ അതേപോലെ ഇതിൽ വെക്കാൻ പറയുന്ന എല്ലാ രേഖകളും നിങ്ങൾ വെക്കണം. ഏതെങ്കിലുമൊക്കെ ഒരു മാനിപ്പുലേറ്റ് ചെയ്തുണ്ടാക്കിയ രേഖയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും,
നിങ്ങൾ അപേക്ഷ തിരസ്കരിക്കും. ഇതിന് മുമ്പ് ഈ 2-ാം തീയതിയുടെ മുമ്പ് ആരെങ്കിലും അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവർ വീണ്ടും അപ്ലിക്കേഷൻ കൊടുക്കുക. 2-ാം തീയതിക്ക് മുമ്പ് അപേക്ഷ അവർ സ്വീകരിക്കുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫെലോഷിപ്പിനെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്യാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും. താങ്ക് യു ഫോർ വാച്ചിങ്.